എന്തായാലും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജയചന്ദ്രൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഭാവിയിൽ BJPക്ക് ഗുണം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു കൺസോളിഡേഷൻ ഉണ്ടാകും എന്നിരിക്കെ തന്നെയും ഇപ്പോൾ ആരാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആരാണ് അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് നോക്കിയാൽ അത് വെള്ളാപ്പള്ളിയെ ഈ രീതിയിൽ പിന്തുണച്ചാനയിക്കുന്ന ഇടതുപക്ഷമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലായിരുന്നു. അവിടെയാണ് ഒരു വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഐക്യം എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഉണ്ടാക്കിയിരുന്ന ആശ്വാസം അതിനെ കെടുത്തിക്കളയുന്നതാണോ ജി സുകുമാരൻ നായരുടെ പുതിയ തിരിച്ചറിവ്? നമ്മുടെ രാജ്യത്തെ ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ നേടിയ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന് ആദ്യമായി എൻ്റെ സ്നേഹാഭിവാദ്യം. അത് ചെറിയൊരു കാര്യമല്ല. പത്മഭൂഷൺ എന്ന പരമോന്നത ബഹുമതി നേടുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഒരുപാട് അദ്ദേഹത്തെ പരിഹസിച്ചു. അങ്ങനെ പരിഹാസ കഥാപാത്രങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു പുരസ്കാരമല്ല പത്മഭൂഷൺ എന്ന് പ്രിയപ്പെട്ട സന്തോഷ് ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് വെള്ളാപ്പള്ളിയെ വിമർശിക്കാം, അദ്ദേഹത്തെ ശത്രുപക്ഷത്ത് നിർത്താം, അതിലൊന്നും ഒരു തെറ്റുമില്ല. അത് നിങ്ങളുടെ താല്പര്യപ്രകാരം ചെയ്യാം. പക്ഷെ പത്മഭൂഷൺ പോലുള്ള ഒരു രാഷ്ട്രത്തെ പരമോന്നത ബഹുമതി ലഭിച്ച ഒരാളിന്, അത് ആരും ആയിക്കോട്ടെ, അദ്ദേഹത്തിന് അങ്ങനെ ഇകഴ്ത്താൻ പാടില്ലായിരുന്നു എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. നമ്മളിപ്പോ ഇവിടെ കണ്ടതുപോലുള്ള കാര്യങ്ങളെയല്ല ഇതിനുള്ളിൽ ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ എനിക്ക് ഏറ്റവും കുറച്ച് സമയമല്ലേ തരൂ, അതുകൊണ്ട് ആ ചുരുങ്ങിയ സമയത്തുള്ളിൽ പരമാവധി കാര്യങ്ങൾ പറയുകയുമുണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് പറയുകയാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, കേരളത്തിൽ വളരെ ആസൂത്രിതവും കൃത്യവുമായ ഒരു സാമുദായിക പ്രീണനം നടത്താൻ യൂണിയൻ ഗവൺമെന്റ് തയ്യാറായിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ പ്രഖ്യാപിക്കപ്പെട്ട പത്മ പുരസ്കാരങ്ങൾ. വെള്ളാപ്പള്ളിയുടെ മാത്രമല്ല, എല്ലാവരുടെയും ചേർത്ത് തന്നെയാണ് ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ളൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷെ അത്തരൊരു പ്രതീതിയുണ്ട്. അതൊരു സാമുദായിക പ്രീണനത്തിൻ്റെതായ ഒരു വശത്തു നിന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. കാരണം VSന്റെ പേര് പോലും പോയിട്ടില്ല ഇവിടുന്ന്. സ്റ്റേറ്റ് ഗവൺമെന്റ് എഴുതി അയച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് വെള്ളാപ്പള്ളിയുടെയും അങ്ങനെ എഴുതി അയച്ചിട്ടില്ല എന്നാണ്. പക്ഷെ ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് അവരുടെ നോമിനേഷൻ ഇവർക്ക് വേണ്ടി സമർപ്പിക്കണം ആഭ്യന്തര മന്ത്രാലയത്തിന്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്. എന്നാലേ ഇതിലേക്ക് വരൂ. അപ്പൊ അത് സംഭവിച്ചിട്ടുണ്ട്. അത് ഈ വെള്ളാപ്പള്ളി നടേശനെ വേണമെങ്കിൽ പരിപൂർണമായും ഒരു സാമുദായിക നേതാവ് എന്ന് തന്നെ പറയുന്നതിൽ അദ്ദേഹം തന്നെ അഭിമാനം കൊള്ളുന്നയാളാണ്. പലവട്ടം ആവർത്തിച്ച് അദ്ദേഹം അത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പക്ഷെ VS അങ്ങനെ ഒരു സമുദായത്തിന്റെ മാത്രമാകും അല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഒരു അപ്പീസ്മെന്റ് ഉണ്ടല്ലോ, ആ സമുദായത്തിൽ നിന്ന് അടുത്ത ഇലക്ഷന് കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രീണനം അല്ലെങ്കിൽ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഒരു അനുഭാവം ആർക്ക്? കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് അനുകൂലമായൊരു മനോഭാവം ഉണ്ടാകാനുള്ള സാധ്യത, അതാണ് അവിടെ പരിശോധിക്കുന്നത്. അത് തന്നെയാണ് കോട്ടയത്തേക്ക് മാറുമ്പോൾ ജസ്റ്റിസ് KT തോമസിന്റെ കാര്യത്തിലും സംഭവിച്ചതെന്ന് ആ ഭാഗത്തുള്ളവർ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പുറത്ത് SNDP പോലെ തന്നെ മറ്റൊരു പ്രബല സമുദായമായ നായർ സമുദായത്തിന്റെ ഭാഗത്തു നിന്ന് അത്ര ഒരു പരിഗണന നേതൃബിംബങ്ങൾക്കൊന്നും ലഭിക്കുന്നുമില്ല. സുകുമാരൻ നായർക്കെന്നല്ല ഞാൻ പറഞ്ഞത്, നേതൃബിംബങ്ങൾക്ക് ലഭിക്കുന്നില്ല. അവിടെയാണ് സാമുദായികമായ. ജയചന്ദ്രൻ, താങ്കൾ ഈ പറയുന്നത് ഇവർ ഭിന്നിച്ച് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഓക്കെ, പക്ഷെ ഇതാ എല്ലാ വിയോജിപ്പുകളും, മുൻപ് പറഞ്ഞ മോശം വാക്കുകൾ ഉൾപ്പെടെ എല്ലാം മറന്നുകൊണ്ട് ഒരുമിച്ച് പോകാൻ തീരുമാനിക്കുമ്പോൾ അതിലൊരാൾക്ക് ഒരു അംഗീകാരം കിട്ടുന്നത് എങ്ങനെയാണ് അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, താങ്കളിലേക്ക് സമയം തന്നാൽ ഞാനിത് പറയുകയാണല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ രേണു. ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ ചോദ്യം ചോദിച്ചാൽ സമാധാനമുണ്ട്, അല്ലെങ്കിൽ ഓക്കെയാണ്. ഞാൻ പറഞ്ഞു തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ പശ്ചാത്തലം ഞാൻ പറയുകയായിരുന്നു. ആ പശ്ചാത്തലത്തിൽ നിന്നാണ് 9 ദിവസം പ്രായമായ ഐക്യം ഛിന്ന ഭിന്നമാകുന്നത്. അതില്ലാതായി എല്ലാം തകർന്നു എന്നുള്ളതല്ല അതിന്റെ വാച്യാർത്ഥം തന്നെ വായിച്ചെടുക്കേണ്ടത്. ഛിന്ന ഭിന്നമായി എന്നുള്ളതാണ്. എങ്ങനെ?
എങ്ങനെ ഭിന്ന ഭിന്നമാകണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ പറഞ്ഞ സാമുദായിക പ്രീണനം അവിടെ ഉണ്ടായി എന്ന് ബോധ്യപ്പെടണം മറ്റ് ആൾക്കാർക്ക്. അതിൽ പ്രത്യേകിച്ച് ഇന്ന് ഈ തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ള ജനറൽ സെക്രട്ടറിക്ക്. അവിടെ സന്തോഷ് പറഞ്ഞതുപോലെ ബുദ്ധിയും വിവേകമുള്ള ഡയറക്ടർ ബോർഡിലുണ്ട്, അതുകൊണ്ട് അവിടെ സംഭവിച്ചു. അങ്ങനെയൊന്നും അല്ല. അവിടെ ജി സുകുമാരനാഥ് ജനറൽ സെക്രട്ടറി എന്താണോ ഇച്ഛിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അത് നടപ്പിലാക്കപ്പെടും. അതിൽ ഒരു സംശയമില്ലാത്ത പ്രസ്ഥാനമാണ് NSS. അതല്ലാതെ താങ്കൾ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് അവിടുത്തെ നേതൃശ്രേണിയെ മുഴുവൻ അറിയാവുന്ന ഒരാളെന്ന നിലയിലും കുറെ കാലമായി ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിലും അത് യാതൊരു വ്യത്യാസവുമില്ല. ഇപ്പൊ ഇന്നലെ രാത്രി വിളിച്ചതല്ല ഇന്നത്തെ ഡയറക്ടർ ബോർഡ് യോഗം, അത് മനസ്സിലാക്കണം. കഴിഞ്ഞ വെള്ളിയാഴ്ച തീരുമാനിച്ചതാണ്. എന്തുകൊണ്ട് വെള്ളിയാഴ്ച തീരുമാനിച്ചു? അതിന് മറ്റൊരു കാര്യം കൂടെ. ഈ കഴിഞ്ഞ 9 ദിവസമായി ഇത് നടക്കുമ്പോൾ ഈ ഐക്യ പ്രഖ്യാപനം നിലവിൽ വന്നതിന് ശേഷം കേരളത്തിൽ അങ്ങോളം യൂണിയൻ ആ യൂണിയനുകളിലെ പല നേതൃത്വവും പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും മറ്റ് മെമ്പർമാരും അടക്കമുള്ളവർ NSS ജനറൽ സെക്രട്ടറിയോട് ടെലഫോണിൽ ഇതൊരു അനാവശ്യമായ കാര്യമാണ് എന്ന് തന്നെ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാതെ വളരെ സമാധാനത്തോടെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. പലരും പല ആൾക്കാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അല്ല ഇതൊന്ന് തീർത്തോട്ടെ. അതിന്റെ അടിസ്ഥാന കാരണമാണ് മുമ്പിൽ നിൽക്കുന്നത്. അല്ല സമയം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും കൊടുത്തത് 10 മിനിറ്റ് വീതമാണ്. എന്റെ ഇപ്പൊ 4 മിനിറ്റ് കഴിച്ചിട്ടുള്ളൂ. എന്നിട്ടാണ് താങ്കൾ സമയം ഓർപ്പിക്കുന്നത്. ഞാൻ നിർത്തി. എനിക്ക് എന്റേതായ മൂല്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇല്ല, ഞാൻ സമയം കളയുന്നില്ല. ഞാൻ നിർത്തി. ഇതേ ഇവിടെ ഇരിക്കുകയാണ് ഞാൻ. എത്ര ഉള്ളു കാര്യം, വേറെ കാര്യമൊന്നുമില്ല. സമയമായി. അത് തന്നെ. അത് ഞാൻ ഓർപ്പിക്കുകയാണ് അങ്ങോട്ടെ. ഇപ്പൊ സംസാരിച്ച 3 പേർക്കും 10 മിനിറ്റ് വീതം. എനിക്ക് 4ാമത്തെ മിനിറ്റ് ആയപ്പോ ഇതാ സമയമായി. ആയിക്കോട്ടെ, ഞാൻ നിർത്തി. ബാക്കിയുള്ള താങ്കൾ പറയൂ. താങ്കളുടെ അടുത്ത ഊഴം, അല്ലെങ്കിൽ താങ്കൾക്ക് സമയം കിട്ടാതാവും. ജയചന്ദ്രൻ, താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് പറയാനില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഞാൻ സമയം ചുരുക്കം അതൊന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തത് ശ്രീ ജയചന്ദ്രൻ. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഈ ചർച്ച തുടങ്ങി 34ാമത്തെ മിനിറ്റിലാണ് ഞാൻ ജോർജ് പൊടിപ്പാറയിലേക്ക് പോകുന്നത് ആദ്യമായി എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ശരി, ഞാൻ താങ്കൾക്ക് 2ാം ഘട്ടത്തിൽ കൂടുതൽ സമയം നൽകാം. ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഇവിടെ ആർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക? ശരി, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.